സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു സ്ഥാനത്തിന് വേണ്ടിയും ഒരിടത്തും ഞാൻ ശുപാർശയ്ക്ക് പോകാൻ ആരെ കൊണ്ട് ശുപാർശ ചെയ്യിക്കാറുമില്ല. സ്ഥാനങ്ങൾ കിട്ടിയാൽ അതൊരു സാങ്കല്പിക ചോദ്യമാണ്. അത് കിട്ടട്ടെ, അപ്പം തീരുമാനിക്കാം. ഞാൻ ഒരു ചർച്ചയിലും പങ്കെടുത്തില്ലെന്ന് ഈ ചെവി കേൾക്കത്തില്ല. കൂടിക്കാഴ്ച നടന്ന അദ്ദേഹത്തെ ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ ഇവിടെ വന്നു, അദ്ദേഹത്തെ കണ്ടു, ഞാൻ പോന്നു. 2 മിനിറ്റല്ലേ എടുത്തുള്ളൂ. 2-3 പേരോട് ഇരിപ്പുണ്ടായിരുന്നു. അതൊന്നും എൻ്റെ പരിധിപ്പെടുന്ന കാര്യമല്ല. എൻ്റെ പരിധിപ്പെടുന്ന കാര്യമല്ല. പൊതുപ്രവർത്തകർ മാത്രമല്ലല്ലോ. പൊതുപ്രവർത്തകർ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണ്ടേ. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്ത് കഴിക്കും. ഇനിയിപ്പോൾ അതേപ്പറ്റി ചർച്ച നടത്തിയിട്ട് കാര്യമില്ല. പോകുന്നുണ്ട്. ഞാനൊരു 11:30 എനിക്ക് പോയി ഫിസിയോതെറാപ്പി ഒന്ന് ചെയ്യണം. കാലിൽ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അമ്പലപ്പുഴയില്ല. അത് കഴിഞ്ഞ് ഞാൻ 11:30 പാവതി കഴിക്കും. 11:30 പോയാൽ തന്നെ 5 മണിക്ക് ചെല്ലത്തുള്ളൂ. ചോദിച്ചോ ഷാജാന്റെ സഹോദരിയെ ഇന്നലെ കണ്ടു. അവർക്ക് എന്നെ വലിയ കാര്യമായിട്ടോ. ഞാനങ്ങനെ പ്രത്യേക തരത്തിൽ മുഖ്യമന്ത്രിയെ പറ്റി ഫ്രെയിം ചെയ്തൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇവിടെ ഭരണകക്ഷിയായി വന്നത് UDF ആണ്. അതിനെ നയിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മതനിരപേക്ഷ പ്രസ്ഥാനമായ കോൺഗ്രസ്സാണ്. അപ്പോൾ അവർ തീരുമാനിച്ചു, ഘടകകക്ഷികൾ അംഗീകരിച്ചു. അതല്ലേ ഭരണഘടനാപരമായ അതല്ലേ പേര്. അത്രയേ ഉള്ളൂ. ഞാൻ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്ന നാളെ MLA എന്നുള്ള തരത്തിൽ ഞാനതിന് പോകുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അല്ല ഈ കാര്യങ്ങളിലൊക്കെ ഇന്ത്യാന് മുഖ്യമന്ത്രിയാണ്, ഇന്ത്യാന് മുഖ്യമന്ത്രി അങ്ങനെ പറയാമെന്ന് ഞാൻ പറയാറില്ല. സോഷ്യൽ മീഡിയയിൽ കേസിനെതിരെയുള്ള പ്രചരണത്തോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ ആരെ ആക്ഷേപിച്ചുകൊണ്ട് ഒന്നും ചെയ്യാറില്ല. ആരെങ്കിലും അനാവശ്യം പറഞ്ഞാലും മറുപടി എങ്ങാനും പറയാം. അത് മാന്യമായിട്ടാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ദുരുപയോഗം ചെയ്യാറില്ല. കേസിനെതിരായി വ്യാപകമായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ പുറകെ ഒരു ടീം കാണും. ആ ടീമായിരിക്കും ചെയ്യുന്നത്. ആ ടീമിൻ്റെ ഉദ്ദേശം നല്ലതല്ല. അദ്ദേഹം നേരത്തെ മുതലേ ഏതാണല്ലോ പറയുന്നത്. ആൻറ്റി മുസ്ലിമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ? നമുക്കതിനോട് യോജിക്കാൻ പറ്റുമോ? അല്ല, അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടത് എന്താ തെറ്റ്? തെരഞ്ഞെടുപ്പിൽ എന്നെ സഹായിച്ച എല്ലാ ലീഡേഴ്സിനും ഞാൻ പോയി കണ്ടു. അദ്ദേഹത്തെ മാത്രമല്ല കണ്ടത്. അതിനെന്താ തെറ്റ്? ഞാനത് പലതവണ ഏത് ചാനലാണ്? 24. സാധാരണ റിപ്പോർട്ടറാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കൈരടിയും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല, അതിനൊന്നും പ്രശ്നമില്ല. ഇനി ഞാൻ ശോഭിക്കത്തുമില്ല, അങ്ങനെ വിചാരിക്കുന്നു. ഒരു കാരണവശാലും ശോഭിക്കത്തില്ല. ആലപ്പുഴയിൽ KC വേണുഗോപാലിനെ കണ്ടതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അമ്പലപ്പുഴയിലെ നിയുക്ത MLA G സുധാകരൻ. വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശം അദ്ദേഹം തള്ളുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.